ഇന്ത്യയിൽ ഫോൺ വരുന്നേക്കാട്ട് മുമ്പ് ആ 1000 ജനലുണ്ട്. അല്ലോടോ കടയതാ സിൽവർ കേട്ടോ. എവിടെയെങ്കിലും വീടെടുത്ത് തീർന്ന് ഇതാട്ടോ. അത് പഴയതായിരുന്നു. അവിടെ ഒരാൾ ഇതുണ്ടോ വലിയ ഗൈസ്. നമ്മൾ ഇന്നലെ എവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാണ് പമ്പ്. ഇനി ഇവിടുന്ന് നമുക്ക് 38 കിലോമീറ്റർ ഉണ്ട് ചെട്ടിനാടിലേക്ക്. ചെട്ടിനാട് എന്ന് പറയുമ്പം അത്യാവശ്യം കിടിലൻ ഒരു വില്ലേജാണ്. ടൈൽസിൻ്റെ ഫാക്ടറിയൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ പമ്പിലെ മുതലാളിയൊക്കെ വന്നു, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ചെട്ടിനാടിനെ കുറിച്ചും ഇവിടുത്തെ വെതർ കാലാവസ്ഥയെ കുറിച്ചും ധനുഷ്കോടിനെ കുറിച്ചും അങ്ങനെ കുറേ. അപ്പോൾ ഇവിടുത്തെ പമ്പിൻ്റെ മുതലാളിയോട് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഇതാ പോവാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടാവുന്നു. ചായ കുടിച്ചിട്ട് നേരെ ചെട്ടിനാട് പോയിട്ട് അത്യാവശ്യം നല്ല എന്തെങ്കിലും കഴിക്കണം. ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ആ ചെട്ടിനാടിലേക്ക് പോവാണ്. അവിടുത്തെ വില്ലേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു കോളനി പോലത്തെ സെറ്റപ്പ് കേട്ടോ. വില്ലേജ് കാര്യങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് ടൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അന്തകൂടി ടൈൽസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സൊക്കെ പറ്റുമെങ്കിൽ നോക്കണം. ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത പമ്പിലെ ഓണർ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. നമ്മളെ വെതറിനെ കുറിച്ചിട്ടും പിന്നെ ശ്രീലങ്കയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഈ ചെട്ടിനാട് അത്യാവശ്യം ബിസിനസ്സിൽ കുറച്ചും കൂടി ടോപ്പിൽ നിൽക്കുന്നതാണ്. ചെട്ടിയാർ എന്ന് പറയുന്ന ടീം പണ്ട് മുതലേ ബിസിനസ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് കുറേ തേക്കും കാര്യങ്ങളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ തേക്ക് നമുക്ക് കേരളത്തിൽ തമിഴ്നാട് അങ്ങോട്ടെല്ലാം കിട്ടുന്ന കല്ല് തേക്കാന്ന് പറഞ്ഞത് ഇവിടെയാണ് ഒറിജിനൽ തേക്ക് കിട്ടുന്നത്. തേക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി തേക്ക്. കുറേ സ്ഥലമായിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശയപ്പെട്ട പോയ സംഭവം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ ഫോൺ വരുന്നേക്കാട്ട് മുമ്പ് ആ ചെട്ടിയാറിൻ്റെ കയ്യിൽ ആ സമയത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, ടെലിഫോൺ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ വരുന്നേക്കാട്ട് മുമ്പ് ഇന്ത്യയിലില്ല ആളെ കയ്യിൽ ഒരു ഫോണ്. മനസ്സിലായി? അപ്പോൾ മനസ്സിലാക്കാം എത്രത്തോളം പിടിപാടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അടുത്ത പമ്പിലെ മുതലാളിയൊക്കെ പറഞ്ഞത്. അത്യാവശ്യം കിട്ടില്ല എല്ലാ കാര്യവും ഷെയർ ചെയ്തിട്ടോ. ചെട്ടിയാർ ഫാമിലിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ വെതർ കാലാവസ്ഥയെ കുറിച്ചിട്ടും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വെതറിനെ കുറിച്ചിട്ടൊക്കെ കിട്ടില്ല മനുഷ്യനാണ്. അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഇല്ല, കിട്ടില്ല പേഴ്സണാണ്. ഇതേപോലത്തെ പേഴ്സൺ എല്ലാ പെട്രോൾ പമ്പിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ഇത് ചില പമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്തോ പാകിസ്ഥാൻ വന്ന പോലെയാണ് കാണുന്നത്. എന്നാ ചെട്ടിനാട് പാലസ് എങ്കിൽ ഇരിക്കണ പാലസ് ചെട്ടിനാട്. ഗോയ്സ് നമ്മൾ റീച്ച് ചെയ്തു. വരുമ്പോൾ തന്നെ ഒരു കിഡിലൻ ഒരു പഴയ ടൈപ്പ് വീട് കണ്ടോ. 250 ഇയർ ഓൾഡ് കട്ടേജ് ഹോം. ഇതാന്ന് തോന്നുന്നു. യെസ്, ഇത് തന്നെ പാലസ്. ഈ പാലസിന് ഏകദേശം 1000 ജനലുണ്ട്. 1000 ജനൽ കൊണ്ട് തീർത്ത ഒരു വീടാണ് ചെട്ടിനാട് പാലസ് കേട്ടോ. ഓപ്പൺ ഇല്ല അല്ലോടോ കടയതാ. ഓ ഗായ്സ്, പാലസിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്ഥലമായിട്ട് ഇതൊക്കെ. ചെറിയൊരു കുളത്തിനടുക്ക് എന്തോ ഒരു തറ പോലത്തെ സംഭവമുണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് അമ്പലാട്ടോ. റൂട്ട് മാറി. ഇത് പാക്ക முடியுமா இது பார்க்க முடியாதா? அப்படியா? வேற எங்க இருக்கு பக்கத்துல இந்த வீடு இருக்குன்னு சொன்னாங்க. ஓகே அந்த வீடா? ஓகே அம்மா தேக்கு. ஓகே இதானா? ஓகே மகாலட்சுமி ராமாயணம் 63,000 வருங்க வேலை. ஆமா. எலிஃபண்ட், ஸ்னேக், லயன், பனானா, ஆர்ச், உத்ராசம், டியர், ஃப்ளவர், பிகாக், ஃப்ளவர், அன்னக்குச்சி, அவல், ஒன் பீஸ்ல எல்லாமே பண்ணாங்களா? ஒன் பீஸ். ஓ ஒரு வசாச்சு நீ விடுவாங்க. தஞ்சாவூர் பெயிண்ட். எது? சூரிய பெயிண்ட். ஆட்டோமேட்டிக் டைன்ஸ். அது மேரேஜ் ஹால். இது வந்து மேரேஜ் ஹால். ஓகே. ஃபங்க்ஷன் ஹால். டாய்லெட். அது தேக்குற சில்வர் பெயிண்ட். மாடம் வந்து விளக்கு ஏத்துற மாடம். அது வளைய வந்து பேப்பி ஆட்டுறது. அங்க வந்து டைனிங் ஹால், அங்க கிச்சன் பாத்துக்குவாங்க. ஓகே. ഇത് സിൽവർ കേട്ടോ. ഇത് വിളക്ക് കത്തിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. ഇത് മാരേജ് ഫംഗ്ഷനൊക്കെ നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞത്. പിന്നെ ഡൈനിങ് ഹോള് സെറ്റപ്പ് നോക്കി. എവിടെയെങ്കിലും വീടെടുത്ത് തീർന്ന് കഴിച്ചത്. ഇതൊക്കെ പണ്ടൊക്കെ സാധനം കേട്ടോ. ഇങ്ങനെ മുട്ടൂലേ നമ്മൾ വിളിക്കൂല ആൾക്കാരാ. ആ സാധനം കേട്ടോ. മോൾ കയറാൻ പറ്റൂലേ? ഇല്ലല്ലോ, ലോക്ക്ഡൗൺ.
കാണുമ്പോൾ തന്നെ പേടിയാണ്, ലൈറ്റൊന്നുമില്ല. ആത്തൻകുടി ടൈൽസ് ആട്ടോ. ഈ ആത്തൻകുടി ടൈൽസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കണം. ഓട് കണ്ടോ? ഓടല്ല, ഒരു ടൈപ്പ് ചിരട്ടി പോലത്തെ ഒരു പീസൊക്കെ വെച്ചിട്ട് ആക്കിയതാ. വേറെ എങ്ങനെ എടുക്കാം പക്കത്തിലെ വീട്? ആത്തൻകുടി ടൈൽസാ? എടോ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ. ആ ആ ആ அந்த 3வது வீதியில் அவர் இருந்துச்சு, அதுவும் மரப்பாடு வேலையா. அவங்க 3வது வீதியில் இருக்குது. 3வது வீதியில் രാമായണ കടവുണ്ടെന്ന് சொல்லுவாங்க. ആ ഓക്കെ ഓക്കെ. ഇത് കണ്ടിറങ്ങി. ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഓൾഡ് ഹെറിറ്റേജ് ഹോം ബട്ട് വെൽ മെയിൻറ്റൈൻഡ്, മെനി ഫിലിം ഷൂട്ടിംഗ് ടേക്കൺ പ്ലേസ് ഹിയർ, പ്രീ വെഡിങ് ആൻഡ് പോസ്റ്റ് വെഡിങ് ബെസ്റ്റ് ഷൂട്ടിംഗ് സ്പോട്ട്. ഇതാട്ടോ, അത് പഴയതായിരുന്നു. ഇതിനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓറ് പെയിൻറ്റിങ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, എന്നാലും ആ ഓക്കെ 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 ഓക്കെ. அப்படின்னா അല്ല இந்த വീട് பார்க்க வந்தேன். ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ്ടോ ചെട്ടിനാട് ഫുള്ളൊരു കോളനി ടൈപ്പ് ആട്ടോ. ഫുള്ള് സ്ട്രീറ്റ് പോലെ ആക്കിയിട്ട് ഓരോ റോഡ്, അതിൻ്റെ ഓരോ വില്ലേജ്. ഇതാണ് പെരിയ വീട് കേട്ടോ. ഇവിടെ വരുന്ന വഴിക്ക് കുറേ മരപ്പണി, അതുപോലെ തന്നെ ടൈൽസിൻ്റെ ഷോപ്പൊക്കെ കാണാൻ പറ്റും. ഇതാണ് പെരിയ വീട്. വണ്ടി പാർക്കിന് നോക്കട്ടെ. ഫോട്ടോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞ് അക്ക എങ്കിരുന്ന് വരെ ഇങ്ങനെ ലോങ് നിന്ന് വരുന്നതാണ് ഇത് കാണാനായിട്ട്, എങ്ങനെയെങ്കിലും പറഞ്ഞ് ഫോണിൽ എടുത്ത് വന്നു. വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. എത്ര റേറ്റ് എന്ന് ചോദിക്കട്ടെ. ഒരു സെറ്റപ്പ് ഉണ്ടോ? സെമ്മേൻ്റെ ടിക്കറ്റ് എടുത്തോട്ടോ. എവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്? അവിടെ നിന്ന് എടുത്ത് നമ്മളോട് കയറി. ഇതുണ്ട് വീടിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലേ, ഇത് ജസ്റ്റ് നോർമലാണ്. ജസ്റ്റ് ഉള്ളിൽ കയറി കേട്ടോ. പിന്നെ വർക്ക് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. നമ്മൾ നേരത്തെ കണ്ട വീട്ടിൻ്റെ ആ സെയിം സെറ്റപ്പാണ്. കുറച്ചും കൂടി പണിയൊക്കെ എടുപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ ഹാള് ഇവിടെയാണ്. ഫംഗ്ഷൻ നടക്കുന്ന ആളൊക്കെ ഇല്ല. ഇതാണ്ട് ഓപ്പൺ. ഇത് പിന്നെ മറ്റേ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഹാള് അങ്ങനത്തെ സെറ്റ് വേണ്ടോ. ഡൈനിങ് ഹാളിൻ്റെ മരത്തിൻ്റെ സ്മെല്ലാട്ടോ. നല്ല തണുപ്പുണ്ട്. ഇതെന്തൊക്കെയോ സാധനം ഉണ്ട് ഇവിടെ. അതായത് ഓൾഡ് സാധനം, പണ്ടത്തെ വെള്ളത്തിൻ്റെ ചൂട് വന്നു ചായയോ ഒലക്ക പാത്രം അതുണ്ടോ. ജനലിൻ്റെ ഇതൊക്കെ കണ്ടോ. ഫോർ സെയിലാണ് ഇത്. സെയിലാട്ടോ. കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. നമ്മളിതിൻ്റെ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ നേരത്തെ കയറി വല്ല ഈ ഒരു സ്ഥലത്തിന് കയറി ഉള്ളിൽ പോയി. ഇവിടെ ചെറിയ രീതിയിൽ ക്ലീനിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് വർക്കൊക്കെ നടക്കുന്ന നല്ല രീതിയിൽ. ഇവിടെ ഒരാൾ, അവിടെ ഒരാൾ, അവിടെ ഒരാൾ. ഇതുണ്ടോ എൻ്റെ വലിയ കണിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് കയറി നോക്കാം. ഇത് വലിയൊരു ഹാളാട്ടോ. ഇതെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. 24 റൂം നമ്പർ. എൻ്റെ മോനെ 24. 25. എടാ പേര് നോക്കിയേ. സ്വിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി. ഇത് മൊത്തം വരാന്ത കേട്ടോ. ഇത് മൊത്തം. ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ മോട്ടർ സെറ്റപ്പ്. കഴിഞ്ഞ് കേട്ടോ. പുറത്തുതന്നെ എത്തി നമ്മൾ. ഇവിടുന്ന് മുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ കണ്ടോ ഫുൾ ഡിസൈൻ വർക്കാണ്. നമ്മൾ പുറത്ത് ഇറങ്ങി കേട്ടോ. ആത്തൻകുടി പാലസ് എന്നാണ് ഇതിൻ്റെ പേര്.
ആത്തൻകുടി പാലസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. പെരിയ വീട്, ഈ സ്ഥലത്തിലെ വലിയ വീടാണ് ഇത്. ഏകദേശം 28+ റൂമുണ്ട്. താഴെ മുകളിലും ഉണ്ടാവും, മുകളിൽ ഇലവിടെല്ലാം എന്ന് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് നിന്നിട്ടില്ല. ആത്തൻകുടി ടൈൽസ് കേട്ടോ. എങ്ങനെയാ ചോദിച്ചോട്ടെ, കാണാൻ പോകേണ്ടത്. പക്ഷെ നമ്മളിതാ ശ്രീ ഗണേഷ് ടൈൽസ് എന്നായിട്ടാണ് വന്നിട്ടുള്ളത്, അത്തൻകുടി. അപ്പോൾ ഇവർ ടൈൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പാറ്റേണൊക്കെ ഇതാ, ഇത് കുറേ ഉണ്ട്. വൈകുന്നേരം സ്റ്റേ, പമ്പിൽ സ്റ്റേ ഉണ്ട്, ടെൻ്റ് ഉണ്ട്. ആ പിന്നെ ടൈൽസ് വേണ്ടേ നിങ്ങൾക്ക്? പോട്ടെ. നിങ്ങൾ